ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബട്ടർ ചിക്കൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോനോളം ഉണ്ടാവും കേട്ടോ. 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാതെ ചിക്കനും യൂസ് ചെയ്യാം. ബട്ടർ ചിക്കൻ പൊതുവേ നമ്മൾ കാണുമ്പോൾ എല്ലില്ലാതെ ചിക്കനാണ് യൂസ് ചെയ്യുന്നത് കാണല്ലേ. പക്ഷെ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 1/2 കിലോനുണ്ട്. പിന്നെ നമുക്ക് ബട്ടർ ചിക്കനിൽ ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചതാണ്, വെളുത്തുള്ളി ചതച്ചത്, ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തത്, 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക കേട്ടോ. തക്കാളി നല്ല പഴുത്തതായിരിക്കണം, നല്ല കളറുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ബട്ടർ ചിക്കനിലേക്ക് നമ്മൾ കസൂരി മേത്തി ചേർക്കും, കാരണം ഇതാണ് അതിന്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഉലുവേന്റെ ഇല ഉണക്കിയതാണ്. നമ്മൾ ഷോപ്പിലെല്ലാം പോയാൽ ഇപ്പൊ എല്ലാവിടെയും ഇത് അവൈലബിൾ ആണ് കേട്ടോ. പൊതുവെ ബട്ടർ ചിക്കനിൽ ഗരം മസാല പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ ഇവിടെ വോൾ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം വഴറ്റിയിട്ടാകുമ്പം അതിന്റെ കൂടെ തന്നെയാണ് ഇത് ഇടുക. അതിട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കും. അപ്പൊ പിന്നെ ഇത് പൗഡറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വോൾ ഗരം മസാല യൂസ് ചെയ്യാം. കുറച്ച് മല്ലിയില വേണം, 1 ടീസ്പൂണോളം തൈര് വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് വിനാഗിരിയാണ്. വിനാഗിരി കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ഇതിനാവശ്യമുണ്ട്. ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ബട്ടർ എന്തായാലും വേണം. ഞങ്ങളുടെ ബട്ടർ എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ബട്ടർ ചിക്കൻ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. മുളക് പൊടി നിങ്ങൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് വേണം, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനെ ഒന്ന് കുറച്ച് മസാലയെല്ലാം പിടിപ്പിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് ബട്ടർ ചിക്കൻ്റെ മസാല നമ്മൾ തയ്യാറാക്കി എടുക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ചിക്കനിലേക്ക് കുറച്ച് മസാലകൾ തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് അത്രയും വേണ്ടു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ വേണ്ടു. 1/2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1/2 മണിക്കൂർ സമയം നമുക്ക് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ നമുക്ക് മസാല പിടിപ്പിച്ച് വെക്കാം. ഞാനൊരു മീഡിയം സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ സൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കസൂരി മേത്തിയെല്ലാം ചേർക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണെങ്കിലും കുഴപ്പമില്ല, ബോൺ ആയിട്ടുള്ളതായാലും കുഴപ്പമില്ല. ഇനി പീസസ് എങ്ങനെ ഏത് സൈസിൽ കട്ട് ചെയ്യണം എന്നല്ല അവനവന്റെ ഇഷ്ടം പോലെയാണ്.
ഞാനിവിടെ മുഴുവൻ പീസ് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, എന്നാൽ അറ്റ്ലീസ്റ്റ് ഫ്രൈ ആയിട്ട് വരുകയും വേണം കേട്ടോ. ഒരു ഉള്ളിലൊരു ജ്യൂസി പോലെ ഉണ്ടാവുക, അധികമായിട്ട് ഒരു ഡ്രൈ ഫോമിലേക്ക് എത്തണ്ട. അപ്പോൾ ആ ടൈം വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇനി മസാലക്കുള്ള സാധനങ്ങളെല്ലാം വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ചിക്കൻ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ മതി. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഓയിൽ ഉണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബോൾ ഗരം മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നിങ്ങൾ അതുപോലെ എടുക്കുമ്പം ഇതിൽ ഓയിൽ ബാക്കിയില്ലെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ബട്ടറിലാണ് ഇത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 10 അണ്ടിപ്പരിപ്പും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, 2 തക്കാളി, അതും കൂടി ചേർത്ത് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വേവണം കേട്ടോ. അതുവരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഞാൻ ഇതിനകത്ത് ബോൾ ഗരം മസാല ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചെറിയ ജീരകത്തിന്റെ പൊടി ആണ് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ചെറിയ ജീരകം അതിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് പിന്നെ ഇനി വേറെ ഒന്നും വേണ്ട. ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്, അധികം എരിവില്ലാതെ മുളക് പൊടി കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസൂരി മേത്തി ഉണ്ടല്ലോ, അതൊന്ന് കൈനെ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. ഉലുവച്ചപ്പ്, ഉലുവയുടെ ഇല, നമ്മളെ കസൂരി മേത്തിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. ആ സമയം വരെ നമുക്കിത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് അതിനുശേഷം തണിഞ്ഞതിന് ശേഷം മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കന്റെ മസാല റെഡിയായി. ഈസിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇത് നമ്മളെ പൊറോട്ടക്കും ചപ്പാത്തിക്കെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ബട്ടൂറ, നാൻ, അതിനെല്ലാം എന്തിന് നമ്മളെ നെയ്ച്ചോറിനും ഇത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ട്രൈ ചെയ്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കുറച്ച് യൂസ് ചെയ്യുന്നു കേട്ടോ. ഞാനിവിടെ കുറച്ച് ലാസ്റ്റോട്ടേ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഫ്രഷ് ക്രീം കിട്ടാനില്ലെങ്കിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. നമുക്ക് ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബട്ടർ ചിക്കൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ എണ്ണ ബാക്കിയുള്ളത് കൊണ്ടാണ് പിന്നെ ബട്ടറൊന്നും ചേർത്ത് കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അധികം എണ്ണയൊന്നും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വേണ്ടല്ലോ. അപ്പൊ അത് ഇട്ട് കൊടുത്ത ബട്ടർ തന്നെ ഇതിൻ്റെ അകത്ത് മതി. അപ്പൊ ഇനി നമുക്ക് തക്കാളിയും ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ബട്ടർ ചിക്കൻ ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വഴറ്റിയ മസാല ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഞാൻ മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. ചില ആൾക്കാർ ബട്ടർ ചിക്കൻ ആക്കുമ്പോൾ ഈ മസാല ഒന്ന് അരിച്ചെടുക്കും. ഞാൻ പക്ഷെ അരിച്ചെടുക്കുന്നൊന്നുമല്ല, നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അരിച്ചെടുത്താൽ മതി.
നമ്മൾ നേരത്തെ മസാല വഴറ്റിയ സെയിം പാത്രം തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ വേറെ കഴുകിയിട്ടൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലേന്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ലൂസാക്കി എടുക്കാം. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഇതിന്റെ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരു ചെറിയൊരു മധുരമുള്ള ഒരു ടേസ്റ്റാണ് ഈ ബട്ടർ ചിക്കൻ ഉണ്ടാവുക. അപ്പം കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് ഹണി ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ ഹണി യൂസ് ചെയ്യുന്നില്ല. കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം, ടീസ്പൂൺ മതി കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉപ്പും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് എന്തെങ്കിലും ചെറിയൊരു വേവിന്റെ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി ഈ മസാലയിൽ കിടന്നിട്ട് അത് വെന്തോളും. കണ്ട നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി റിച്ച് ഗ്രേവിയാണ്, കാരണം നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാഷ്യൂനട്ട് നന്നായിട്ടുള്ളത് കൊണ്ട് നല്ല ക്രീമി ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം അത്യാവശ്യം ഗ്രേവി നല്ല തിക്കാണ്. കണ്ട അടിപൊളിയല്ലേ? നല്ല ഓറഞ്ചിഷ് കളറായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ലാസ്റ്റ് ടച്ച് പോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസൂരി മേത്തിയില്ലേ, ഉലുവേന്റെ ഇല ഡ്രൈഡ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടറും നമുക്ക് ലാസ്റ്റ് ഒരു ടച്ച് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഇത് തിക്കായി മാറും. അതുകൊണ്ട് നമ്മൾ തിക്ക് ഫോമിൽ ഓഫ് ചെയ്താൽ പിന്നെ നമ്മൾ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ബട്ടർ ചിക്കൻ എടുക്കുമ്പോൾ. ഇത് ചൂടോട് കൂടിയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇട്ട കാഷ്യൂനട്ടിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.